ചരിത്രത്തിലൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഉദാസന പ്രവർത്തനം. 1932 സ്ഥാപിതമായ ഈ വിജ്ഞാന കേന്ദ്രം തലമുറകൾക്ക് അറിവ് പകരുക മാത്രമല്ല നാടിന്റെ ഒത്തൊരുമയുടെ ഒരു പ്രതീകം കൂടിയാണ്. വിജ്ഞാന വികസനം തുടരട്ടെ, സ്വാതന്ത്ര്യം പുലരട്ടെ എന്ന മഹത്തായ സന്ദേശങ്ങളൊക്കെയാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സായുധ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിപാടിക്ക് ഏറെ പ്രസക്തിയുണ്ട്. ജനാധിപത്യത്തിന്റെ കാവലുമായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സ്വന്തം ജനപ്രതിനിധികളെ ആദരിക്കുക എന്നത് ഹിന്ദുസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ മത്സരങ്ങളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിക്കാൻ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുമാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ശ്രീ VKC മുഹമ്മദ് കോയ അവർകളാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് നാടിന്റെ സേവനത്തിനായി നിലകൊള്ളുന്ന ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനും 46 കൗൺസിലറുമായ ശ്രീ സന്ദേശ് അല്പസമയത്തിനകത്തും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 44 കൗൺസിലർ ശ്രീ ആസം മാലിക്കൽ അവരുടെ ഈ വേദിയിലേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വ സമിതി കൺവീനർ ശ്രീ സദസ്സേന്ദ്രൻ അവരുടെ ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രവർത്തക സമിതി അംഗം ശ്രീ പ്രേമദാസ് തെക്കുവീട്ടിൽ, ഗ്രന്ഥശാല ഉപദേശക സമിതി അംഗം ബാലകൃഷ്ണൻ പുരോഹിത് എന്നിവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗ്രന്ഥശാലയിലെ വിവിധ മേഖലകളിൽ വിജയികളായ പ്രതിഭകൾക്കും ഈ ചടങ്ങ് ഭംഗിയായി നൽകാൻ സാധിച്ച പ്രവർത്തക സമിതി അംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഗ്രന്ഥശാല പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ സംഗമം അറിവിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു അടയാളമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുകയാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് സന്തോഷ് ഉള്ളാട്ടിന് ക്ഷണിച്ചുകൊണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി താലൂക്ക് ഗ്രന്ഥശാല സംഘം സംഘടിപ്പിച്ച പരിപാടി ഗ്രന്ഥശാലയിൽ നിന്ന് പങ്കെടുത്ത കുട്ടികൾക്കുള്ള അനുമോദനം, അതേപോലെ അബാക്കസ് പുറത്തുനിന്ന് നമ്മുടെ വായനശാലയിൽ നടക്കുന്ന അബാക്കസ് ക്ലാസ് സർട്ടിഫിക്കറ്റ് വിതരണം, പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി നമ്മുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആദം മാലിക്, അതുപോലെ തന്നെ ഷാനി കമ്മിറ്റി ചെയർമാൻ സന്ദേശ് എന്നിവരെ അനുമോദിക്കൽ നമ്മുടെ വിപുലമായ പരിപാടികളാണ്. ഈ ഒരു സാധാരണ നമ്മൾ വൈകിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കാറ്. ഇത് നോമ്പിന്റെ പ്രത്യേക സാഹചര്യം പരിപാടിക്കാണ് നമ്മൾ സമയത്തിന് മാറ്റം വരുത്തിയത്. എന്തായാലും ഞാനെന്റെ അധ്യക്ഷ പ്രസംഗം നിൽക്കുന്നില്ല. ഈ ഗ്രന്ഥശാല നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയാം. ഈ ഗ്രന്ഥശാല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു മഹത് പ്രസ്ഥാനമാണ്. ഈ കെട്ടിടം ഉണ്ടാക്കിയത് 1932 ഇത് രൂപീകരിക്കപ്പെടുന്നെങ്കിലും പിന്നീട് ഒരുപാട് ചെറുപ്പക്കാരുടെ മുൻകൈയിൽ പലരുണ്ട്. പേര് പറഞ്ഞാൽ കരം ശ്രീനിവാസേട്ടൻ, നമ്മൾ വിട്ടിരിക്കുന്ന ഭരത മാഷ്, അങ്ങനെ ഉണ്ണിക്കൂർ മാഷ്, പലരുണ്ട്. ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. എന്തായാലും ആ കാലഘട്ടത്തിൽ ഇത്ര വലിയൊരു സൗകര്യം നമുക്ക് ഈ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കി തന്നൊരു നമ്മുടെ പഴയ തലമുറയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് കൊല്ലമ്പലത്ത് കുടുംബം നമുക്ക് ഈ വായനശാലയ്ക്ക് തന്നതാണ്. വോളിബോൾ കളിക്ക് വേണ്ടി ഒരു കാലത്ത് വോളിബോൾ കളിയായിരുന്നു. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ എവിടെ പോയാലും ശ്രീനിവാസ വോളിബോൾ കളിയാണ്. ഇന്ന് വോളിബോൾ കളിക്കാൻ എല്ലാവർക്കും തിരക്കാണ്. ആർക്കും ഒഴിവില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അവരുടെ കാര്യമായി ഓടി നടത്തുക. എന്തായാലും ഞാൻ സംസാരം നിർവഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ ഗ്രന്ഥശാലയിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട നമ്മുടെ MLA, ex-MLA, പഴയ മേയർ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. VKC ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
നമ്മളുടെ തിയേറ്ററിലുള്ള തൻ്റെ പങ്കാളി ചേർന്ന് ആകമാരി നടത്താനും കൗൺസിലർ ആശംസകൾ നടത്തി പ്രത്യേകത താലൂക്ക് കൗൺസിൽ സമിതി വേണ്ട ഒത്തുകൂട്ടി നൽകിയ താലൂക്ക് തല കമ്മിറ്റി വന്ന് സൗകര്യവും മാനേജ്മെന്റ് സതീഷ് ബാബു നമുക്ക് കൂടാതെ ഇവിടെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പക്ഷേ കുറച്ച് വെയിലും ചൂടും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്രയിലിരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടാവില്ല. വേഗം പറഞ്ഞു തീർത്ത് പോകാനൊക്കെ ആയിരിക്കും വളരെ ആഗ്രഹം. എന്നാലും നമുക്ക് കുറേ ആൾക്കാർക്ക് സംസാരിക്കാനുണ്ട്. അത് കുറച്ചൊക്കെ എന്തായാലും പറയും. ശിവദാസകുമാരക ഗ്രന്ഥശാല എന്ന് പറയുന്നു. ഇപ്പോൾ വളരെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് രൂപപ്പെട്ട ഒരു ഗ്രന്ഥശാലയാണ്. അതായത് ഇപ്പോൾ ഗ്രന്ഥശാലയുടെ മുമ്പ് ഈ രീതിയിൽ ആളുകൾ ഉണ്ടാവും തോന്നുന്നില്ല. അത് പ്രതികരിക്കുന്ന കാലത്ത് അപ്പോൾ അത്രയും പഴക്കമുള്ള ഗ്രന്ഥശാലയാണ്. മാത്രമല്ല ആ കാലത്ത് ഈ ഗ്രന്ഥശാല വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മുടെ പല നേതാക്കന്മാർ APG പുസ്തകത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥശാലയാണ്. അപ്പം അത്രയും പലർക്കും അതേപോലെ തന്നെ ഈ ഗ്രന്ഥശാല കൊണ്ട് മാത്രം പുറത്തറയിൽ ഒരു നല്ല നല്ലൊരു കൾച്ചർ വളർന്ന പ്രദേശമാണ്. ആ വളർച്ചയ്ക്ക് കാരണം ഈ ഗ്രന്ഥശാല തന്നെയായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഇവിടെ ഇവിടുത്തെ അതായത് ഇവിടുത്തെ സ്കൂളടക്കം അഡ്വൈസറി സ്കൂളടക്കം അതൊക്കെ ബന്ധപ്പെട്ടാണ്. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള പരിസ്ഥിതിവാദികളൊക്കെ ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അനന്തരം കന്നഡക്കാളും കുറച്ച് ഇത് ക്ഷയിക്കുകയാണ് ചെയ്തത്. ചില ഭൂരിപക്ഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നന്നായിട്ട് അത് പ്രവർത്തിക്കുന്ന നല്ല കാലഘട്ടമാണ്. അത് ഇനിയും അതിനെ നന്നാക്കി വളർത്തി നല്ലൊരു ഗ്രന്ഥശാല ആക്കി മാറ്റി ആളുകളെ വായനയ്ക്ക് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇതിനെക്കുറിച്ച് ആൾക്കാരെ ബന്ധുവാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തനം ഗ്രന്ഥശാലയുടെ പ്രവർത്തനം കൊണ്ട് ഇതേമാതിരിയുള്ള പരിപാടികൾ ചെറിയ പരിപാടികൾ വേണമെന്നില്ല. ഇതേപോലെയുള്ള ചെറിയ പരിപാടികൾ കുട്ടികളുടെ പരിപാടി അതുപോലെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇടപെടുകയും അതേപോലെ തന്നെ വായനശാലയുടെ ഉപയോഗം കൂടുകയും ജനങ്ങൾ ആ ഒരു നിലയിൽ തന്നെ ജനങ്ങൾ കുറേ കൂടി ബോധവൽക്കരണമൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ ഇതിനെ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നാട്ടുകാരെ കൂടെ പൊതുവെ എല്ലാവരും സഹായിക്കുന്നതാണ് പരിപാടി. ഇത് നന്നായിട്ട് ഈ പരിപാടികൾ നടത്താൻ ഇവിടെ ഇപ്പോൾ തന്നെ എൻ്റെ വായനശാലയുടെ സാധ്യതകളെ സന്തോഷം ഇതിലേക്ക് നോക്കിയിട്ടുള്ള കാര്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ നേരത്തെ വലിയ ആൾക്കാരൊക്കെ കാട്ടന്മാരൊക്കെ ഇവിടെ പരിപാടികളിൽ സെക്രട്ടറിയേറ്റും പ്രസിഡന്റായിട്ടും പ്രവർത്തകരായിട്ടും ഇപ്പോൾ ഉണ്ടായിരുന്ന ധാരാളം ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതിൻ്റെയൊക്കെ എന്താ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെ കുറഞ്ഞു വരുന്നത് ഒഴിവാക്കി അതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭാഗത്തുനിന്നുള്ള പ്രശ്നമുണ്ടാവണം. കാരണം ഇപ്പോൾ ഇത് വളർന്നാൽ നമുക്കിതിന് നല്ല വളർച്ച പ്രാപിച്ചാൽ നമ്മുടെ കുട്ടികൾ തെറ്റായ വഴിക്ക് പോകുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. കാരണം പല ഭാഗത്തും ചെറുപ്പക്കാർ പലരും എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമയാവുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മൾ ഈ വായനശാല കലാപരിപാടികൾ മ്യൂസിക് പരിപാടികൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറയുന്നു പോകുന്നുണ്ട്. ചെലവഴിക്കാൻ സമയം വൈകുന്നേരങ്ങളിലൊക്കെ ചെലവഴിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഒരു സൗകര്യമില്ല. എന്നുള്ള കാരണം കൊണ്ട് എവിടെയെങ്കിലും വയലിലും പോയി സ്ഥലത്തൊക്കെ പോയി കഞ്ചാവ് ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നതൊക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പം അതിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന നല്ലൊരു ആയുധമാണ് ഇത് ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ. ആ നിലയിലെ അത് കുറച്ചു കൊണ്ടുവരാൻ ആ കുറച്ചു കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊന്നും അതിൽ പെടില്ല. എല്ലാവരും കുട്ടികളും പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ പെട്ടുപോകാതിരിക്കണമെങ്കിൽ വലിയ ഒരു ബോധം നമുക്കുണ്ടാവണം, രക്ഷിതാക്കൾക്കുണ്ടാവണം.
രക്ഷാകർത്താക്കളുടെ കുട്ടികളുടെ പോക്ക് യാത്ര എല്ലാം അത് അവരെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളുടെ പോകില്ല എന്നുള്ള അങ്ങനെയാണ് ചില ആൾക്കാർക്ക്. ചില ആളുകൾ ഇപ്പോൾ പോലീസിനെ പിടിച്ച് പിന്നെ പ്രശ്നമായി വരുമ്പോൾ എന്റെ പണം എന്തായാലും വഴിക്ക് പോകില്ല, അവരങ്ങനെ പോകാത്ത ആളാണ്. കാരണം അവൻ ഉപയോഗിക്കുന്ന കുട്ടികളാവുക, പക്ഷെ എന്തായാലും രക്ഷിതാക്കളുടെ ബോധ്യം വരില്ല. എന്റെ രക്ഷിതാക്കളുടെ ഇല്ലെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വിശ്വാസമായി കാത്തിരിക്കാതെ നമുക്ക് കുട്ടികളെ സദാ അവരെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കാരണം കുട്ടികൾ സ്വയം പോകുന്നതല്ല, കുട്ടികൾ അവിടെ കൊണ്ട് എത്തിക്കുന്നതാണ്. ഇതിന്റെ ആൾക്കാരുണ്ട്, ഇതിന്റെ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാർ കുറച്ച് കുട്ടികൾ അവർക്ക് കുറച്ച് ജീവിക്കും, പക്ഷെ ആദ്യം വെറുതെ കുറച്ച് കുട്ടികൾ ചെയ്യിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടണം തോന്നും. അത് കിട്ടുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നവരെ കൊണ്ട് അത് കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. അങ്ങനെ കിട്ടുന്ന കയ്യിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്നതോ കാര്യങ്ങൾ പണം ഉപയോഗിക്കും. പിന്നെ അങ്ങനെ കിട്ടാൻ വരുമ്പോൾ പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് പറയാതെ കളവുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അതും കിട്ടാൻ വരുമ്പോഴാണ് എന്തായാലും ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കിട്ടണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത് അതൊക്കെ അവർ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ പോലീസിന്റെ പിടിയിലൊക്കെ പെട്ട് കുഴപ്പത്തിലാവുന്നത്. പോലീസിനെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അവര് പോലീസ് കേസ് എടുത്ത് അങ്ങനെ ഒരു കളവേസിനൊക്കെ പിടിച്ചിട്ട് കേസെടുത്ത് കൊണ്ടുപോയാലും അപ്പൊ ആ കുട്ടികളുടെ ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടാവും. നാട്ടിലെ ആളുകൾ ഇപ്പോൾ ഇതിനെ കളവ് നടത്തിയിട്ട് ജയിലിലൊക്കെ പോയി വരുന്ന ആളാണ്. അപ്പൊ അവരുടെ പ്രത്യേകം അവര് സാധാരണ കളിച്ചിട്ടുള്ള അവരുടെ നോട്ടും വർത്തമാനവും ഒക്കെ വരും. അപ്പം അവർ മിക്കവാറും അവര് നാട്ടിൽ നിൽക്കാതെ പോയില്ല. അങ്ങനത്തെ കുട്ടികൾ നാട് വിട്ടുപോകും. അപ്പൊ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ കാത്തിരിക്കുന്ന അവരെ വലിയ സ്വീകരണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കിട്ടിയാൽ ഉടനെ അവർ കൊണ്ടുപോയി എല്ലാ സൗകര്യം ഇഷ്ടമായി എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തവരെ കൊണ്ടുനടക്കും. അങ്ങനെ കൊണ്ടുനടന്ന് അങ്ങനെ ഇവരെ നല്ല ക്രിമിനലാക്കി മാറ്റും. അല്ലെങ്കിൽ വലിയ ടെററിസ്റ്റായിട്ട് ഇവരെ മാറ്റും. അങ്ങനെ മാറ്റിയിട്ട് അവരുടെ ആവശ്യത്തിന് ഇവരെ ഉപയോഗിക്കുന്ന നൽകുന്ന കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇതിന് എന്തെങ്കിലുമായിട്ട് രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സംജാതമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ വായനശാലയിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്നതിന് പ്രത്യേകം രക്ഷിതാക്കൾ താല്പര്യമെടുക്കണം. അവിടെ സ്ഥിരമായിട്ട് അതിലൊക്കെ പോയി വായിക്കാനും പരിശീലിക്കാനും അതേമാതിരി പിന്നെ കലാപരിപാടികൾ കലാസമിതികൾ ഇതൊക്കെ നമുക്ക് കുട്ടികളെ അതിലേക്കൊക്കെ അവരുടെ പ്രവർത്തനം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണം. അങ്ങനെ പരിശ്രമം നടത്തിയാൽ നമ്മുടെ കുട്ടികളെ നല്ല നല്ല ചുറ്റുപാടും നല്ല കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതേപോലെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ജനപ്രതിനിധികൾ നമ്മൾ തെരഞ്ഞെടുത്ത രണ്ട് ജനപ്രതിനിധികളുടെ സ്വീകരണമാണ്. അതിലൊരാൾ മാലിക്കാണ്, ഒരാൾ സന്ദേശമാണ്. രണ്ടും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരെ ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ രംഗത്ത് വരുന്നത്. അപ്പം ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നല്ല നന്നായിട്ട് ജനസേവനത്തിന് ഒരു പേരുകേട്ട ആളുകളായിട്ട് മാറണം. അപ്പൊ അങ്ങനെ മാറണമെങ്കിൽ നല്ല കഠിനാധ്വാനം ഉണ്ടാവും. കാരണം ആളുകൾക്ക് ആവശ്യങ്ങൾക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരോട് അവർ നടക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക, ഇഷ്ടപ്രയാസത്താണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതേമാതിരി ആളുകളോട് സൂത്രം പറയാതിരിക്കുക. സൂത്രം പറച്ചിലാണ് പറഞ്ഞ് നടക്കുന്നത്. അതിലൂടെ ഈ സൂത്രം പറയാതെ ഒക്കെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ, ചെയ്യാൻ കഴിയുന്നത് പറയാൻ പറഞ്ഞാൽ ചെയ്യുക. അത് മുഖ്യമന്ത്രിയുടെ മുദ്രാവാക്യം തന്നെയാണ്. അപ്പൊ നമ്മൾ അത് പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. പലരും പഴയ കാലത്ത് ഇപ്പോഴും കല്ലിട്ടേലും പോയി പിന്നെയും കല്ലിട്ട് പോകുന്ന ഒരു കാലമാണ്. അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രി കല്ലിട്ടതിന്റെ പണി തീർത്തിട്ട് കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്കതിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം അന്ന് തീരുമാനത്തിൽ അനുസരിച്ചുള്ള മുഴുവൻ പ്രവർത്തനവും നടത്തി. ചരിത്രത്തിൽ തന്നെ ഒരു നമ്മളൊരു തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റോ ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ എടുത്തു നോക്കുന്ന പതിവ് ഒരു ഭരണാധികാരിക്കും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മൾ മുമ്പ് BJP ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഒരാൾക്ക് 15 കള്ളപ്പണമൊക്കെ പൈസ ഉണ്ടാവും. ആ പൈസ ഉണ്ടാക്കിയത് 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ ഇടുന്നു പറഞ്ഞു.
അപ്പോൾ അതിനെപ്പറ്റി പിന്നെ ആൾ ചോദിച്ചപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഏർപ്പാടില്ല, അതൊക്കെ ഇപ്പം കൊടുക്കാനാണ് എന്നാ ചോദിച്ചത്. പക്ഷേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്തങ്ങനെയല്ല. ആ പറഞ്ഞത് മുഴുവൻ ചെയ്യാൻ ബാക്കിയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ബാക്കിയെല്ലാം ചെയ്ത് അതൊക്കെ രേഖാമൂലം ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. അതൊരു ചരിത്രത്തിലാക്കിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യം കിട്ടി പല സംസ്ഥാനങ്ങളും ഭരിച്ച് നമ്മൾ തന്നെ നമ്മുടെ 57 മുതൽ നമ്മൾ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാലത്ത് വന്നാലും അങ്ങനെ പൂർത്തിയാക്കി ആളുകൾക്ക് കണക്ക് വരുത്താൻ ചെയ്തിരിക്കുന്നത് പറയുന്നത് സന്ദേശം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയും. അതുപോലെ ഈ പ്രാവശ്യം നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നിരവധി. അപ്പോൾ അതൊരു മാനിഫെസ്റ്റോണ്ട്. ആ മാനിഫെസ്റ്റോ വെച്ചിട്ട് തെറ്റാതെ ഓരോ കാര്യങ്ങളും അതിന് പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പറയാത്ത കാര്യങ്ങളും പിന്നെ വന്നു ചേരുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രത്യേകതകളാണ്. ഈ കൊറോണ, അതേപോലെ പിന്നെ വെള്ളപ്പൊക്ക ദുരിതം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊന്നും മുൻകൂട്ടി കാണാൻ കഴിയില്ല. അപ്പൊ അത് വന്നിട്ടും ഇതെല്ലാം വന്നപ്പോഴും അതിനൊക്കെ കൃത്യമായി നിലപാടെടുത്ത് കൃത്യമായി ജനങ്ങളെ സഹായിക്കുന്ന ഒരു നമുക്ക് എന്താ പറയുക, അതിന് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്യാമെന്നാണ്. അങ്ങനെ ആ നിലയിലുള്ള വലിയ പ്രവർത്തനമാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ കാലത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചുള്ളത്. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഇപ്പോ എത്ര കാര്യങ്ങളാണ് ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മല പൊട്ടി മലയിടിഞ്ഞ് ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടു, ധാരാളം ആളുകൾ നഷ്ടപ്പെട്ടു. അവിടെ ഇപ്പോൾ അവർക്ക് പകരം സഹായിക്കേണ്ട ആളുകൾ സഹായിക്കുന്നില്ല. അതേപോലെ ഈ കേന്ദ്ര ഗവൺമെന്റാണ് ഇവരുടെ കാര്യമായി സഹായിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസയും തരുന്നില്ല. അതുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നു. ഇപ്പോൾ അവിടുത്തെ MP, കോൺഗ്രസിന്റെ MP പറയുന്നു ഒരു പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ അതേപോലെ പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റും അങ്ങനെ പറഞ്ഞത്. ഗവൺമെന്റുകളുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ TV ഒരു കുട്ടിയെ കുറിച്ച് ഉപ്പ വെച്ച് ഒക്കെ പോയതാണ്. അപ്പൊ ഇന്ന് ആ കുട്ടി പിന്നെ ആ വീട് വാങ്ങിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ അടുത്ത് ഇരുന്നിട്ട് ശരിക്കും സന്തോഷം കാണിച്ചത് മറ്റേ പറഞ്ഞു പോയതാണ്. പിന്നെ അവർ കണ്ടിട്ടില്ല. അപ്പൊ അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൗൺസിലർമാര് അങ്ങനെയുള്ള പ്രവർത്തനമാണ് പിന്തുടരേണ്ടത്. നമ്മൾ പറഞ്ഞിട്ട് നോക്കാൻ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ചിന്തിക്കുന്ന ഏർപ്പാടൊന്നും ആരും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് കൗൺസിലർമാരോട് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പരമാവധി ചെയ്തു കൊടുക്കുക, കഴിയാത്തത് ഇതിന്റെ കാര്യം കൊണ്ട് കഴിയുമെന്ന് പറയാം. അപ്പൊ ആ നിലയിലുള്ള ഒരു നിലപാട് ആളുകൾക്ക് ഒരു വിശ്വാസം ആർജിക്കണം. ഞാനത് പറഞ്ഞാൽ ചെയ്യില്ലെന്നല്ലേ. ഇപ്പൊ നമ്മളിപ്പോ മറ്റു ചില ആളുകൾക്ക് പറയുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ പറ്റി ആളുകൾക്കുള്ള ഒരു നിലപാട് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ പറഞ്ഞാൽ അത് നടക്കും, അത് ചെയ്തു തരും എന്നുള്ള നമ്മൾ ഇന്നടുത്ത് പോയാൽ ചെയ്തു തരും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ ചെയ്ത് തരുന്നിടത്തേക്കാണ് പോകുള്ളൂ. അപ്പൊ അങ്ങനെ അത് പ്രത്യേകമായി അതെല്ലാം ആളുകളുടെ ആവശ്യം നോക്കി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ ഒരു നല്ല അവർക്ക് തൃപ്തി അടിയുമ്പോഴാണ് നമുക്കും മനസ്സിന് സന്തോഷമാവുക. അപ്പൊ ആ നിലയിലുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ രണ്ട് ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കാരണം എനിക്ക് പറയാനുള്ള അധികാരമില്ല. ഞാനൊരു കാരണവരാണല്ലോ. വളരെ വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ജനപ്രതിനിധിയായിട്ട് ഇപ്പൊ അടുത്ത കാലത്തെ ഉള്ളതായിട്ടുള്ളൂ. തുടർച്ചയായിട്ട് 1979 മുതൽ ഞാൻ ജനപ്രതിനിധിയാണ്. പിന്നെ വല്ലാണ്ടായാലും വിട്ടുപോയില്ല. അപ്പൊ അങ്ങനെ അത്രയും കാലം ജനപ്രതിയായിട്ടും നമുക്ക് ഒരു ആളുകൾക്ക് ഒരു അതിർത്തി ഉണ്ടാക്കാതെ, ആളുകൾക്ക് പ്രത്യേക ആളുകളുമായിട്ടൊരു അതിന്റെ പേരിലുള്ള ആളുകളുടെ ആയിട്ട് സമ്മതം ഉണ്ടാക്കാതെ, ആവശ്യമില്ലാത്ത സമ്മതം ഉണ്ടാക്കാതെ, ആളുകളെ അത്രയും സമ്പാദിക്കാതെ ഇതുവരെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതുമാതിരി കാരണം നമുക്കിപ്പോൾ നാളെ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ് ജയിച്ചിട്ട് പോയി മതിയാക്കാനുള്ള അല്ലത്. കാരണം ലോകം അവസാനിക്കുന്നില്ല. ഒരുപാട് കാലം ബാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ജനപ്രതിനിധി
സ്ഥാനത്തേക്ക് പോകാൻ കഴിയണം. നമ്മൾ പോകാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രവർത്തനമാണ് നമ്മളെ അനുകൂലിപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുകയാണ്. അടുത്ത കൗൺസിലർമാരെ ആദരിക്കുന്ന പരിപാടിയാണ്. അത് നിർവഹിക്കുന്നത് VKC അവർക്കാണ്. അതിനുവേണ്ടി VKCയെയും അവരുടെ ഏറ്റവും ആവുന്നതിന് വേണ്ടി സന്ദേശിച്ചവർക്കുകയും അടുത്ത യാദവന്മാരെ മൂടി വെച്ചിരിക്കുക. ക്ലിയർ ആയി കിട്ടില്ല. അടുത്ത് വെക്കണം. മറുമൊഴി സന്ദേശം. ശരിയില്ല. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ